ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു സ്കിൻ പാമ്പറിംഗ് ആണ്. അതായത് സ്കിന്നിനും മുടിക്കും ഒക്കെ ആഴ്ചയിലൊരു ദിവസം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. നമുക്ക് ടേണൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ എയർ പാക്ക് ഉണ്ടാക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട്, പിന്നെ നമുക്ക് ചോറ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ, അതായത് പച്ചരി, അത് നല്ലോണം വേവിച്ചതോ എടുക്കുക, ഏത് വേണേൽ എടുക്കുക. അതും ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ചെറിയൊരു കഷ്ണം അലോവേര അലോവേര, അത് ഞാൻ അതിൻ്റെ എഡ്ജൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പച്ച തുള്ളിയൊന്നും കളയാതെ തന്നെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. അതിൻ്റെ മുന്നേ നമുക്കൊരു സ്ക്രബ്ബ് തയ്യാറാക്കണം. അതായത് 1/2 കപ്പോളം നമ്മൾ ചെറുപയർ പൊടിച്ചത്, അതിലേക്ക് 1/4 കപ്പ് ഓട്സ് പൊടിച്ചത്, പിന്നെ ഒരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾ, പച്ചമഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ അതനുസരിച്ച് എടുക്കാം. ഞാനിവിടെ പാൽ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് അലർജറ്റിക് ആണെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ആ ഒരു ഹെയറിന് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു പാക്കാണ്. അത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. അതിന് മുന്നേ നമുക്കൊന്ന് സ്റ്റീമിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം നമ്മളൊരു പാത്രത്തിലെടുക്കുക. ഇങ്ങനെ കട്ടിയുള്ള തുണിയിൽ പിഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ മുഴുവനായിട്ടൊന്ന് സ്റ്റീം ചെയ്യാം. ആഴ്ചയിൽ 3 തവണ നമ്മൾ സ്റ്റീം ചെയ്യാം. നല്ല ഗ്ലോ വരും. ഡെഡ് സ്കിന്നൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിൽ ആവി പിടിക്കുന്ന നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും എങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വെച്ച് കുറച്ചൊന്ന് സെക്കൻഡ് അമർത്തി പിടിച്ചിട്ട് നമ്മൾ എടുക്കുക. അങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ള സ്ഥലത്തും, പിന്നെ നമ്മുടെ പോസൊക്കെ ഒന്ന് ഓപ്പണായി കിട്ടാനൊക്കെ നല്ല. അപ്പോൾ എന്നിട്ടൊന്നൊരു സ്ക്രബും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരും. നമ്മുടെ ഫേസിൽ ടേണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഈ ഒരു പാക്ക് സഹായിക്കൂട്ടാം. അപ്പോൾ നമ്മുടെ മുഴുവനായിട്ട് നല്ലോണം കഴുത്തിൻ്റെ ബാക്കിലും കഴുത്തിലൊക്കെ നമ്മൾ സ്റ്റീം ചെയ്യുക. അതിനുശേഷം ഒരു ടവൽ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ച് കളയുക. കണ്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഗ്ലോ ഉണ്ട്. അതിനുശേഷം നമുക്ക് ആദ്യം ഒന്ന് ഹെയർ പാക്ക് ഇടാം. കണ്ടില്ലേ, നമുക്ക് സാധാരണ പാക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഹെയറൊക്കെ പൊട്ടിപ്പോവും. നല്ല കട്ടിയിലുള്ള പാക്കായിരിക്കും നമ്മൾ അധികം യൂസ് ചെയ്യുക. ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു പാക്കാണ് ഇത്. നിങ്ങൾക്ക് ഓയിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സിൽക്കി ആൻഡ് സ്മൂത്തായിട്ടുള്ളൊരു ഹെയറും കൂടെ കിട്ടും. ഇത് ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ നല്ലോണം ഓയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓയിൽ കൂടുതൽ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഓയിൽ വളരെ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷാമ്പു വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സിൽക്ക് ആൻഡ് സോഫ്റ്റായിട്ട് നല്ല ഷൈനി ആയിട്ടിരിക്കാൻ പുറത്തൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് അധികം എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ തലയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കെട്ടി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്ക്രബ് എടുക്കാം. സ്ക്രബ് നമ്മൾ പാല് കുറച്ചും കൂടി ഇട്ടിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് നല്ല ടൈറ്റ് ആകുന്ന ഒരു സ്ക്രബാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പാലൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാൻ നല്ലതാണ്. ചുണ്ടിൻ്റെ ചുറ്റിലുള്ള കറുപ്പ് മാറാൻ നല്ലതാണ്. പിന്നെ നെറ്റിയിൽ നമുക്ക് എന്തായാലും വെയിൽ കൊണ്ടിട്ട് നല്ല ടേൺ ഉണ്ടാവും, അതൊക്കെ മാറാൻ നല്ലതാണ്. അതുപോലെ കൈക്കും കാലിനും ബോഡിയിലും നമ്മുടെ പ്രൈവറ്റ് പിന്നെ ഏരിയാസിൽ ആ സൈഡിലൊക്കെ നമുക്ക് ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ട്, അതൊക്കെ മാറാനും നമ്മുടെ ബോഡിയിൽ കാലിൻ്റെ മുട്ട്, കൈയുടെ മുട്ടൊക്കെ നല്ല റബ്ബ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇവിടെ ഫേസിൽ ചെയ്യുന്നതും കയ്യിൽ ചെയ്യുന്നതും മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങളിത് നല്ല തേച്ച് കുളിച്ച് നല്ല ചൂട് വെള്ളം കൊണ്ട് കുളിക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് മിൽക്ക് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിലിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനും നല്ലൊരു പാക്ക് ഇട്ട ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഈ ഒരു കൈ കൊണ്ട് ഉപയോഗിച്ച് തന്നെ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കണ്ണിലധികം പോകാതെ തന്നെ നമ്മുടെ കണ്ണിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ലിപ് ബാമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ലിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ കുറച്ചെടുത്തിട്ട് ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള ഭാഗത്തൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ലിപ്പിലും നമ്മളെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒരു സ്ക്രബ് കൊടുക്കുക, ചെറുതെ വളരെ മൈൽഡായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയും ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളിത് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അടിപൊളിയായിരിക്കും നമ്മുടെ സ്കിൻ. ഇത് വേറൊരു ട്രീറ്റ്മെൻറ്റും നിങ്ങൾ ചെയ്യുന്നില്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നും ഒക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫേഷ്യലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ ചെയ്താൽ മതി. ഞാനും ഫേഷ്യലൊന്നും ചെയ്യാറില്ല. നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രബും ട്രീറ്റ്മെൻറ്റും സ്കിൻ കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നും
സ്കിന്നൊക്കെ അടിപൊളിയായിട്ടിരിക്കും, നല്ല യങ് ആയിട്ടിരിക്കും, നല്ല ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കയ്യിലും കൈൻ്റെ മുട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് കൊടുക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ അവിടെയൊക്കെ കൊടുക്കാൻ എനിക്ക് ചെറുതായിട്ട് അവിടെ ഒരു മാർക്കുണ്ട്. എനിക്ക് അവിടെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം അത് പോകാൻ കുറച്ച് പാടായിരുന്നു, ഇപ്പോൾ പോയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെയൊക്കെ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുളിച്ചിട്ട് നല്ലോണം ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കുളിച്ചിരിക്കുന്നത്, കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഞാനതിന് ഒരു ഷേവിങ്, നമ്മുടെ ഫേസ് ഒന്ന് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രബൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുക, ലിപ് ബാം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എന്താ പറയുക, അലോവേര ജെല്ല. ഏതായാലും എനിക്ക് ഷേവ് ചെയ്യാനുണ്ട്, ഫേസ് ഒന്ന് ഷേവ് ചെയ്തെടുക്കാനുണ്ട്, ത്രെഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഫേസിൽ മുഴുവനായിട്ട് ഈ അലോവേര ജെല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഗുഡ് വൈബ്സിൻ്റെ കേട്ടോ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് നല്ല കഫക്കെട്ടുണ്ട്, സൗണ്ട് വളരെ കുറവാണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാത്തത്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സൗണ്ട് കൊടുക്കും, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്, സോറി. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു റൈസർ. ഇത് നമുക്ക് മീഷോ, ഫ്ലിപ്കാർട്ടൊക്കെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ താഴോട്ടേക്കാണ് നമ്മൾ ആദ്യം ഷേവ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഹൈബ്രോ ആദ്യം ഷേവ് ചെയ്യുന്നുണ്ട്, അത് ഷേപ്പ് ചെയ്തെടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ഉള്ള ഹെയർസൊക്കെ ഒന്ന് ഷേവ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റേ എവിടെയാണ് നമ്മളൊന്ന് ഹെയർ ഉള്ളത് അവിടെയൊക്കെ ഒന്ന് താഴോട്ടേക്ക് ഒന്ന് ഇങ്ങനെ റൈസ് ചെയ്ത് എടുത്ത് കൊടുക്കുക കേട്ടോ, ഷേവ് ചെയ്തെടുക്കുക, കണ്ടില്ലേ. അപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഷേവ് ചെയ്യേണ്ട ആ ഭാഗം അപ്വേർഡ്, അതായത് നമ്മൾ ഡൗൺവേർഡായിട്ട് ഇങ്ങനെ ഷേവ് ചെയ്തെടുക്കുക, കണ്ടില്ലേ. ഇനി ഞാനൊന്ന് സ്പീഡിൽ കാണിക്കുന്നുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഫേസിൻ്റെ ഭാഗവും നിങ്ങൾ താഴോട്ടേക്ക് തന്നെ ഷേവ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് ഒന്നുകൂടി ബ്രൈറ്റൺ ആവാനും ഡെഡ് സ്കിന്നൊക്കെ പോകാനും നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ബ്രൈറ്റ്നെസ്സും നമ്മുടെ ഫേസ് ഒന്ന് വലുതായതുപോലെ തോന്നാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഷേവ് ചെയ്യുന്നത് ഉണ്ട്. അപ്പോൾ ഷേവ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഹെയർ വരുമോ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. ഞാൻ കുറേ ആയി ചെയ്യുന്നത്, എനിക്കങ്ങനെ ഒരു ഒന്നും വന്നിട്ടില്ല. പിന്നെ ഹെയർ ഓവറായിട്ട് എൻ്റെ ഫേസിലില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു നമ്മുടെ താടി ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് എനിക്ക് എന്തായാലും ഹെയർ വരാറുള്ളത്. അപ്പോൾ അവിടെയാണ് ഞാൻ അധികം അവിടെ മാത്രം ഷേവ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ എന്തെങ്കിലും പാർട്ടീസൊക്കെ ആണെങ്കിൽ ഞാൻ ഫേസ് മുഴുവനായിട്ട് ഷേവ് ചെയ്യാറുണ്ട്. പിന്നെ ഹൈബ്രോ ഷേവ് ചെയ്യാറ്. അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം കൊണ്ട് തന്നെ നല്ലോണം തുടച്ചെടുക്കുക ഫേസ് നല്ല രീതിയിൽ. എന്നിട്ട് നമ്മളൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടക്കണം കേട്ടോ, ആ വെള്ളമൊക്കെ ഒന്ന് മാറാൻ. അല്ലെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ടും പിന്നെ ഞാൻ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടോണർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കൂളാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ ഷേവിങ് ബാം അങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അത് യൂസ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ എസെൻഷ്യൽ ഓയിൽ ഗുഡ് വൈബ്സിൻ്റെ കേട്ടോ യൂസ് ചെയ്ത് അതെടുത്തിട്ട് നല്ലോണം നമ്മളൊന്ന് ടാബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കഴുത്തിലും ടാബ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അത് മറന്നു പോരുത്, കഴുത്തിൻ്റെ ചുറ്റിലായിട്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് അലോവേര ജെല്ലും കൂടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ലിപ് ബാം ഇടുക, അതിനുശേഷം ഹാൻഡ് ക്രീം, ബോഡി ലോഷൻ അങ്ങനെ എന്തെങ്കിലും ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്യാം. ഒന്നും ചെയ്യുന്നില്ല, അലോവേര ജെൽ തന്നെ കയ്യിലും ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള അത് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ മുടി തീരെ ഡ്രൈ ആയിട്ടില്ല, ഞാൻ ഹെയർ ഡ്രൈ ആണ് ചെയ്യാറ്, പെട്ടെന്ന് ഡ്രൈ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ലോറിയൽ പാലസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിലാണ്. ഇത് അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ആ ഒരു നനവിൽ തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് വെച്ചിട്ട് നല്ലൊരു മസാജ് കൊടുക്കാറുണ്ട്, ഹെയറിൽ മാത്രം കേട്ടോ, ഹെയറിൽ മാത്രമായിട്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അയച്ചിട്ടിട്ട് തന്നെ ഡ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓയിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്കിലിടും എല്ലാവരും. ഞാൻ ഇതന്നെ ഈ ഒരു സ്ക്രബ് തന്നെ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ, ചില സമയം മാറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല എഫക്റ്റീവായിട്ടുള്ള സ്ക്രബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് ചെയ്തത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒറ്റ ഷെയർ ചെയ്തത്. പിന്നെ നമ്മളെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നും കാലും കൈയും ഒക്കെ ഇത് വെച്ച് സ്ക്രബ് ചെയ്തിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.